ഇവിടെ പഠിക്കുന്ന കുട്ടിക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ മാനേണ്ടി? അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് ഓരോ ബസ്സിലെ ഓരോ സീറ്റും ഒക്കെ പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്താണ്, ആരാണോ ഇതിന്റെ പിന്നിൽ, അങ്ങനെ പറയാൻ ഞാനിപ്പോ ആളല്ല. ഇനി ആരെങ്കിലും ആണോ? നമസ്കാരം. ഇന്ന് പുലർച്ചെ ഏകദേശം 2:30 സമയത്ത് ഒരു സ്കൂളിൽ, അതായത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലെ ചില ആളുകൾ വരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ സ്കൂളിന് തീ വയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണക്കാരായത് എന്നുള്ള അന്വേഷണം ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ എത്താനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്കൂളിലാണ്. നമ്മളോടൊപ്പം അർച്ചന, കൗൺസിലർ, ചേരുന്നുണ്ട്. മാം, ശരിക്കും ഇതെന്താണ് സംഭവം? ആരൊക്കെയോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന തരത്തിലുള്ള കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇന്ന് രാവിലെ 2:30 മണിയോടുകൂടിയാണ് ഇത്തരത്തില് നമ്മുടെ 3 സ്കൂൾ ബസ്സുകളാണ് ഇപ്പം തീയിട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ 2:30 മണിയോടുകൂടിയാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ സൗണ്ട്, വലിയ രീതിയിലുള്ള ഒരു സൗണ്ടൊക്കെ കേട്ടാണ് പ്രദേശവാസികൾ തന്നെയാണ് ആദ്യം വിളിച്ച് എച്ച്എമ്മിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ അറിയിച്ചത്. 3 സ്കൂൾ ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്കൂൾ ബസ്സുകൾ 2 കൂടി ഇതിനൊപ്പം തന്നെ ഇട്ടിരുന്നു. പക്ഷെ അത് ഒരു ട്രാവലർ മാറ്റി മറു സൈഡിലാണ് ഇട്ടിരുന്നത്. ആ ട്രാവലർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൽ ഇടിച്ചതായിട്ടാണ് ഫസ്റ്റത്തെ ഒരു ഇതിൽ നമുക്ക് തോന്നുന്നത്. ആസൂത്രിതമായിട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് തോന്നുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു? അതായത് ഇത്രയും ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ മാത്രമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് നേരത്തെ? ഞാൻ സ്കൂളിലെ എച്ച്എമ്മും PT ആയിട്ട് സംസാരിച്ചപ്പോൾ അത്തരത്തിൽ ഇവർക്ക് സംശയം ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇനി ബാക്കി അന്വേഷണം, പോലീസിന്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ ഏരിയ എങ്ങനെയാണ്? സാമൂഹിക ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം വ്യക്തി വൈരാഗ്യം തന്നെ ആകാനുള്ള സാധ്യത? വ്യക്തി വൈരാഗ്യമാണോ നമുക്കറിയില്ലല്ലോ, അത് അന്വേഷണം നടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ചെയ്തത് ആരായാലും നമുക്ക് എല്ലാവർക്കും തന്നെ കണ്ടാൽ മനസ്സിലാവും. വളരെയധികം നമുക്ക് ഞെട്ടല് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ പിഞ്ചു കുട്ടികൾ 650ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് ഓരോ ബസ്സിലെ ഓരോ സീറ്റും ഒക്കെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അവർക്കിത് കാണുമ്പോൾ എത്രത്തോളം അവരുടെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടാവും എന്ന കാര്യമാണ്. പിന്നെ എച്ച്എമ്മിനും ടീച്ചേഴ്സും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പം ഇത് ചെയ്തത് ആരായാലും അവർക്കെതിരെ പിന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കണം. 600-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. ഇവിടെ വലിയ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CCTV ദൃശ്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ CCTV സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പ്രദേശങ്ങളിലൊന്നും തന്നെ CCTV ദൃശ്യങ്ങളില്ല, CCTV സ്ഥാപിച്ചിട്ടില്ല എന്നത് ഇവിടുത്തെ ഹെഡ് മിനിസ്റ്റേഴ്സ് സമ്മതിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രദേശത്തിന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ രണ്ടാമതായിട്ട് നോക്കുന്ന കാര്യം ചുറ്റുമതിൽ സംവിധാനങ്ങളാണ്. ഗേറ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഒരാൾക്ക് ചാടിക്കടക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചുറ്റുമതിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് മതിൽക്കെട്ടായിട്ട് സുരക്ഷിതമായിട്ട് ഇവിടെ ഒരു മതിൽ കെട്ടേണ്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ ചെറിയ എന്താണ് പറയുന്നത്, വളരെ തിന്നായിട്ടുള്ള ഒരു സാധനം വച്ച് മറച്ചിരിക്കുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നു ഈ പറമ്പിലൂടെയാണ് ഈ അക്രമികൾ ഈ സ്കൂളിലേക്ക് രാത്രി കടന്നു കയറുന്നത് എന്നുള്ളതാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ വിശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കത്തിക്കുന്ന രീതി, അതിന്റെ ബഹളം കേട്ടപ്പോഴാണ് സെക്യൂരിറ്റി ഒക്കെ ഇറങ്ങി വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്നാണ് വിഷയം. പക്ഷെ ആരാണ് ഇത് ചെയ്തത് എന്ന് ആരും കണ്ടിട്ടില്ല. അതിന് തെളിവ് ശേഖരിക്കാനാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതും വളരെ വലിയ ഗുരുതര അപാകതകളായിട്ട് കാണുകയാണ്. അതേസമയം തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോഴുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും വളരെയധികം സങ്കടത്തിൽ
അല്ലെങ്കിൽ ഒരു ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിൽ പോലും അവരുടെ പ്രിയപ്പെട്ട 3ഓളം ബസ്സുകളാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ കത്തി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഒരു സൂചനയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഒരു കാരണമായിട്ടോ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അന്വേഷണങ്ങൾ തുടരുകയാണ്. ഫോറൻസിക് സംഘം അടക്കം എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് വശത്തുണ്ടായിരുന്ന വാഹനങ്ങൾ അത് ഗ്ലാസ് പൊളിച്ച് അതിൻ്റെ അകത്തുള്ള കീ എടുത്ത് ആ വാഹനം എല്ലാം ഒരേ സ്ഥലത്ത് നിർത്തിയിട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു തീ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് കൃത്യമായിട്ട് ഈ സ്കൂളിനെ കുറിച്ച് അറിയുന്ന, സ്കൂളിനെ കുറിച്ച് കൃത്യമായിട്ട് പരിചയമുള്ള ആരൊക്കെയോ ചേർന്ന് ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഹെഡ് മാസ്റ്ററോട് തന്നെ ചോദിക്കാം. എന്റെ മാം പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് പങ്കജ. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പം ചില ആളുകൾ പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ചെയ്ത ഒരു സംഭവമാണെന്ന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മതിലുകൾ സുരക്ഷിതമായിട്ടില്ല, CCTV ഇല്ല. ഇത് 2 പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്? സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ സേഫ് തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ സ്കൂളിൽ 8ാമത്തെ വർഷമാണ്. അതിനു മുമ്പോ ഇപ്പോഴോ ഇങ്ങനെ ഒരു പ്രശ്നം ഇതാദ്യമായിട്ടാണ്. പിന്നെ ഇതെങ്ങനെ നടന്നു എന്ന് പറയാൻ ഞാനിപ്പോ ആളല്ല. അത് അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ എന്റെ വിഷമം, എന്റെ കുഞ്ഞുങ്ങൾ നാളെ എനിക്ക് വിളിച്ചേ മതിയാകും. അവരുടെ അക്കാഡമിക്സിന് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ഇപ്പോഴും തന്നെ ഓൾറെഡി സ്പ്രെഡായി മീഡിയയിലൂടെയൊക്കെ കുട്ടികൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇമോഷണലി അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കണം. അന്വേഷണം അതിന്റെ വഴിക്ക് പോട്ടെ. ഇത് എങ്ങനെയാണെന്നുള്ളത് അത് അന്വേഷണത്തിലൂടെ വരട്ടെ. ഞാൻ രാത്രി 2:30 മണിക്ക് ഇന്ന് വെളുപ്പാങ്കാലത്ത് നെയ്ബേഴ്സാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഞാൻ പാനിക്കായി. പെട്ടെന്ന് സെക്യൂരിറ്റിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ ഫോൺ നമ്പർ പുള്ളി എടുത്തില്ല. വേറൊരു സെക്യൂരിറ്റിയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെല്ലാം വന്നു, ഫയർഫോഴ്സിൽ അറിയിച്ചു. പിന്നെ ഞാൻ ഉടനെ ഓടിയെത്തുകയാണ് ചെയ്തത്. ഉടനെ തന്നെ വൈസ് പ്രിൻസിപ്പൽ മാമിനെയും തൊട്ടടുത്തുള്ള 2-3 ടീച്ചേഴ്സിനെ എല്ലാം അറിയിച്ചു. വന്നപ്പോഴേയും ഈ കത്തുന്ന ഒരു ഇതാണ് കണ്ടത്. നിങ്ങൾക്കറിയാലോ, ആ ബസ്സുകളിൽ കുരുന്നുകൾ പോകുന്ന ബസ്സാണ്. അത് കാണുമ്പം ഞാനൊരു പ്രിൻസിപ്പളാണ്, ബോർഡ് ആവേണ്ടതാണ്. അറ്റ് ദ സെയിം ടൈം ഐ എം ടു അപ്സെറ്റ് ഓൾസോ. ഐ എം സ്പീച്ച്ലെസ്. പക്ഷെ ഇനി എന്താണ്, ആരാണോ ഇതിന്റെ പിന്നിൽ, അങ്ങനെ പറയാൻ ഞാനിപ്പോ ആളല്ല. ഇനി ആരെങ്കിലും ആണോ, ഇനി ഇത് അല്ലാതെയാണോ? അന്വേഷണം നടക്കട്ടെ, സത്യം വെളിച്ചത്ത് വരട്ടെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം പ്രിക്കോഷൻസ് ചെയ്യാൻ അത് എന്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റിനെ കൊണ്ട് അങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. ഈ CCTVന്റെ കാര്യങ്ങൾ അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊതുവെ HMO പറയുന്നത് പ്രകാരം ഇവിടെ ഇത്തരത്തിൽ മുൻപൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. ടീച്ചേഴ്സ് ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ആശങ്കാകുലരാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു ചോദ്യം തന്നെയാണ് അവർക്ക് മുന്നിലുമുള്ളത്. ഇവിടെ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചകളുണ്ട് എങ്കിലും നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധരോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് മുൻകൈ എടുത്തവരെ കുറിച്ചാണ്. കാരണം ഇതിപ്പോൾ കേസ് തെളിയിച്ച് അല്ലെങ്കിൽ കേസ് തെളിയുമായിരിക്കും, തെളിയാതിരിക്കുമായിരിക്കും, അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു നോക്കേണ്ടുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ കുരുന്നുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഫീഡ് ചെയ്യപ്പെട്ടാൽ അത് മരണം വരെ മനസ്സിൽ ഒരു മുറിവായിട്ടുണ്ടാകും. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് കുട്ടികൾക്കുള്ളിൽ കൊള്ളുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഒരു സ്കൂള്, ആ സ്കൂളിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന വാഹനം പിറ്റേന്ന് കത്തി നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ കുട്ടികളെയാണ് ഇത്തരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. സാമൂഹിക വിരുദ്ധർ ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് മറ്റൊരുപാട് മനസ്സുകളെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്.